നമസ്കാരം. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ കോടതി റിമാൻഡ് ചെയ്ത തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജയിലിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിരുന്നു. ഉടൻ തന്നെ അദ്ദേഹത്തെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം തന്ത്രി നിരീക്ഷണ വിഭാഗത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മെഡിക്കൽ കോളേജിലേക്കാണ് തന്ത്രിയെ മാറ്റിയത്. ഈ മാസം 23 വരെ കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്ത തന്ത്രിയെ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. നീണ്ട മണിക്കൂറുകൾ ചോദ്യം ചെയ്തതിനു ശേഷമാണ് തന്ത്രി കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ അധിക സൗകര്യങ്ങളൊന്നും നൽകാതെയാണ് തന്ത്രിയെ പാർപ്പിച്ചത്. സാധാരണ റിമാൻഡ് തടവുകാർക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിനും നൽകിയത്. കട്ടിലും ഫാനും നൽകിയിരുന്നു. പുറത്തുനിന്നുള്ള ഭക്ഷണത്തിനും അനുമതി നൽകി. വിചാരണ കാത്ത് ജയിലിൽ കഴിയുന്ന പ്രതികളാണ് റിമാൻഡ് പ്രതികൾ. അന്വേഷണം പൂർത്തിയാക്കാൻ 24 മണിക്കൂറിൽ കൂടുതൽ സമയം ആവശ്യമായി വരുമ്പോൾ ഇവരെ കസ്റ്റഡിയിൽ വയ്ക്കാൻ കോടതി നൽകുന്ന ഉത്തരവാണ് റിമാൻഡ്. റിമാൻഡ് തടവുകാർക്ക് നിയമപരമായി ചില പ്രത്യേക പരിഗണനകളും അവകാശങ്ങളുമുണ്ട്. സാധാരണ തടവുകാരിൽ നിന്ന് വ്യത്യസ്തമായി സ്വന്തം വസ്ത്രങ്ങൾ ധരിക്കാൻ അനുവാദമുണ്ട്. ഇവർക്ക് ജയിലിലെ ജോലികളൊന്നും ചെയ്യേണ്ടതില്ല. ശിക്ഷിക്കപ്പെട്ടവരുമായി സമ്പർക്കം ഉണ്ടാക്കാത്ത തരത്തിലായിരിക്കും ഇവരെ പാർപ്പിക്കുക. രക്തസമ്മർദ്ദം, പ്രമേഹം എന്നിവയ്ക്ക് മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് ജനറൽ ആശുപത്രിയിലെ വൈദ്യപരിശോധനയിൽ കഴിഞ്ഞ ദിവസം തന്ത്രി ഡോക്ടർമാരോട് വ്യക്തമാക്കിയിരുന്നു. തന്ത്രിക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളിലുള്ള വൈദ്യപരിശോധനാ റിപ്പോർട്ടാണ് SIT കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ തന്ത്രി ജയിലിൽ എത്തിക്കുകയായിരുന്നു. ജയിലിലെ ആദ്യ രാത്രി നൽകിയത് കഠിനമായ മാനസിക സംഘർഷമെന്നാണ് നിലവിലെ സൂചനകൾ. തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലെ സെല്ലിൽ പ്രവേശിപ്പിച്ചതു മുതൽ പുലരും വരെ തന്ത്രി ഒരു നിമിഷം പോലും കണ്ണടച്ചില്ല എന്നാണ് ജയിലിൽ അധികൃതർ നൽകുന്ന വിവരം. രാവിലെ ജയിൽ സൂപ്രണ്ട് സെല്ലിലെത്തി നേരിൽ കണ്ടപ്പോൾ തന്നെ തന്ത്രി നിയന്ത്രണം വിട്ട് പൊട്ടിക്കരയുകയായിരുന്നു. താൻ നിരപരാധിയാണ്, തന്നെ ചതിച്ചതാണെന്ന് ആവർത്തിച്ചു പറഞ്ഞാണ് വിങ്ങിയത്. സൂപ്രണ്ട് ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും കരച്ചിൽ അടക്കിയില്ല. രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നതും മാനസികമായ തളർച്ചയ്ക്കും അദ്ദേഹത്തെ ശാരീരികമായി അവശനാക്കുന്നതിലേക്കും നയിച്ചു. രാവിലെ ഉപ്പുമാവ് കഴിച്ചുവെന്ന സൂചനകളാണ് പുറത്തു വന്നത്. എന്നാൽ ഉച്ചഭക്ഷണത്തിന് ജയിൽ മെനുവിൽ മട്ടൻ കറിയാണെന്ന് അറിഞ്ഞതോടെ തനിക്കത് കഴിക്കാൻ കഴിയില്ലെന്നും സസ്യാഹാരം വേണമെന്നും അദ്ദേഹം ജയിൽ അധികൃതരോട് ആവശ്യപ്പെടുകയും ചെയ്തു. തന്ത്രിയുടെ പശ്ചാത്തലവും താല്പര്യവും കണക്കിലെടുത്ത് പ്രത്യേകമായി സസ്യാഹാരം നൽകുവാൻ അധികൃതർ നിർദ്ദേശം നൽകി. ഇതിനിടെയാണ് അസുഖ പ്രശ്നമുണ്ടാകുന്നത്. ശാരീരിക അസ്വസ്ഥത പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് ജയിൽ ഡോക്ടർമാർ അദ്ദേഹത്തെ പരിശോധിച്ചതിനു ശേഷം രക്തസമ്മർദ്ദത്തിൽ പ്രകടമായ വ്യതിയാനം കണ്ടെത്തിയത്. ഉറക്കമില്ലായ്മയും കടുത്ത മാനസിക സമ്മർദ്ദവുമാണ് ഇതിന് കാരണമെന്നാണ് മെഡിക്കൽ സംഘത്തിന്റെ വിലയിരുത്തൽ. ഇതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ CPM കോൺഗ്രസ് കുറുബ സംഘമാണെന്ന് പ്രതികരിച്ചിരിക്കുകയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് കേസിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണോ എന്ന സംശയമുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. എന്തുകൊണ്ട് മന്ത്രി അറസ്റ്റ് ചെയ്യുന്നില്ലെന്നതാണ് പ്രധാന ചോദ്യം. തന്ത്രി അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് മന്ത്രി അറസ്റ്റ് ചെയ്യുന്നില്ല? ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ വലിയ രാഷ്ട്രീയക്കാരുണ്ട്. CPM കോൺഗ്രസ് കുറുവ സംഘമാണ് പിന്നിൽ. ജനുവരി 14 മകരവിളക്ക് ദിവസം വീട്ടിലും നാട്ടിലും അയ്യപ്പ ജ്യോതി നടത്തും. NDAയുടെ നേതൃത്വത്തിൽ പ്രതിഷേധത്തിന് തുടക്കമായിരിക്കുമത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ LDFനും UDFനും എതിരായ സമരമായാണ് അയ്യപ്പ ജ്യോതി തെളിയിക്കുന്നത്. മകരവിളക്ക് ദിനത്തിൽ വീടുകളിലും നാട്ടിലും ജ്യോതി തെളിയിച്ചായിരിക്കും പ്രതിഷേധമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. SIT നടപടികൾ ദുരൂഹമാണെന്ന് BJP നേതാവ് K സുരേന്ദ്രനും ആരോപിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റി കടകംപള്ളി സുരേന്ദ്രന്റെയും PS പ്രശാന്തിന്റെയും പേര് പറഞ്ഞു. തന്ത്രിക്ക് ഭണ്ഡാരം സൂക്ഷിക്കാൻ അധികാരമില്ല. കൊള്ള നടന്നതിന്റെ ഉത്തരവാദി ദേവസ്വം ബോർഡാണ്. ആചാരം ലംഘിച്ചതിന്റെ ആദ്യ അറസ്റ്റ് ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയാണ്. റിമാൻഡ് റിപ്പോർട്ടിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയതായി പറയുന്നില്ലെന്നും K സുരേന്ദ്രൻ വ്യക്തമാക്കി.